ഇത് ഒരു കുറ്റകൃത്യത്തിന്റെ വാർത്തയല്ല. എടുത്തുചാട്ടത്തിന്റെ ഒരു നിമിഷം എങ്ങനെ ജീവിതങ്ങളെ പൂർണ്ണമായി തകർക്കുമെന്നതിന്റെ കഠിനമായ ഓർമ്മപ്പെടുത്തലാണ്. 2021 ഡിസംബറിൽ തിരുവനന്തപുരം പേട്ടയിൽ നടന്ന ഈ സംഭവം പ്രണയം, അധികാരം, പക എന്ന 3 വികാരങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ മനുഷ്യൻ എത്രത്തോളം ക്രൂരനാകുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഒരു പിതാവിന്റെ അതിരുവിട്ട കാവൽബോധം ഒരു കൊലപാതകമായി മാറിയപ്പോൾ നഷ്ടമായത് ഒരു 19കാരന്റെ ജീവനും 2 കുടുംബങ്ങളുടെ ഭാവിയുമായിരുന്നു. ആ രാത്രി ഏദൻ എന്ന വീട്ടിൽ നടന്നത് ഇന്നും സമൂഹത്തെ അസ്വസ്ഥമാക്കുന്ന ഒരു ഭീകര സത്യകഥയാണ്. തിരുവനന്തപുരത്ത് നടന്ന ഈ സംഭവം ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ ഒരു നിമിഷം ഉയർത്തും. 2021 ഡിസംബർ 29 തിരുവനന്തപുരം നഗരം. പുലർച്ചെ 2 മണി. എല്ലാവരും ഉറങ്ങിയപ്പോഴും ഏദൻ എന്ന ഇരുനില വീട് മാത്രം ഉറങ്ങിയില്ല. 1 വർഷം മുൻപ് പ്രവാസം മതിയാക്കി നാട്ടിലെത്തിയ ലാലൻ എന്ന വീട്ടുടമയുടെ മനസ്സിലെ അശാന്തി ആ വീടിനെ മൂടി. സ്വന്തം വീടിനെ ഒരു കുരുതിക്കളമാക്കാൻ വിധിക്കപ്പെട്ടതുപോലെയായിരുന്നു ആ രാത്രി. സംഭവങ്ങൾക്ക് തുടക്കമിട്ടത് അനീഷ് ജോർജ് എന്ന 19കാരനായിരുന്നു. തൊട്ടടുത്ത ലൈനിലെ തോമസിന്റെയും സൂസന്റെയും മകൻ. നാലാഞ്ചിറ ബദനി കോളേജിലെ ബികോം വിദ്യാർത്ഥി. പള്ളിയിലെ ഗായക സംഘത്തിൽ വെച്ചാണ് റോയി ലാലന്റെ മകളും തമ്മിൽ അടുക്കുന്നത്. ആ സൗഹൃദം വളർന്ന് പ്രണയമായി മാറി. എന്നാൽ പ്രായപൂർത്തിയാകാത്ത മകൾക്ക് പിന്നാലെ അനീഷ് നടക്കുന്നതിൽ ലാലൻ അസ്വസ്ഥനായിരുന്നു. സംഭവം നടക്കുന്ന രാത്രി, അതായത് ഡിസംബർ 29 അനീഷ് ജോർജും ആ പെൺകുട്ടിയും രാത്രി 11 മണി മുതൽ പുലർച്ചെ 1:30 വരെ ഫോണിൽ സംസാരിച്ചു. ഫോൺ വെച്ചയുടനെ അവൻ സാഹസം കാണിക്കാനായി പുറപ്പെട്ടു. പ്രണയിനിയെ കാണാനായി അവൻ സന്തോഷിച്ചു പോയപ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല തന്റെ മരണത്തിലേക്കുള്ള പോക്കാണെന്ന്. വളരെ സാഹസികമായി അനീഷ് ഏദൻ ലക്ഷ്യമാക്കി നടന്നു. വീടിന് പിന്നിലെ വയലിലൂടെ ചതുപ്പുകൾ താണ്ടി മതില് ചാടി അവൻ ആ വീട്ടിലെത്തി. രഹസ്യമായി കാണാനുള്ള അവരുടെ ആഗ്രഹം തീവ്രമായിരുന്നു. മുൻകൂട്ടി ധാരണയുണ്ടായിരുന്നത് പോലെ പെൺകുട്ടി വീടിന്റെ പിൻവാതിൽ തുറന്നിട്ടു. അനീഷ് പതുങ്ങി പതുങ്ങി വീടിന്റെ 2ാം നിലയിലെ പെൺകുട്ടിയുടെ മുറിയിലെത്തി. എന്നാൽ മുറിയിൽ മറ്റൊരാളുണ്ടെന്ന തോന്നൽ ലാലന്റെ ഉറക്കം കെടുത്തി. ഉടൻ തന്നെ ലാലൻ മകളുടെ മുറിയിൽ ചെന്നു. വാതിലിൽ മുട്ടി. മറുപടിയില്ല. കുറെ തവണ കൊട്ടിയിട്ടും കതക് തുറക്കാൻ മകളും മനീഷും തയ്യാറാകാതെ വന്നപ്പോൾ ലാലന്റെ നിയന്ത്രണം വിട്ടു. ദേഷ്യം കൊണ്ട് ലാലൻ താഴത്തെ നിലയിൽ പോയി ഒരു കറിക്കത്തിയുമായി തിരിച്ചെത്തി. വാതിൽ വീണ്ടും കൊട്ടിയിട്ടും തുറക്കാതെ വന്നപ്പോൾ ലാലൻ ആ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. മുറിക്കുള്ളിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന അനീഷ്. രക്ഷപ്പെടാനായി ഓടിയ അനീഷിനെ ലാലൻ കാലിൽ തട്ടി വീഴ്ത്തി. തടയാൻ വന്ന ഭാര്യയുടെയും മകളുടെയും നിലവിളികൾ അവഗണിച്ചുകൊണ്ട് നിലത്ത് വീണ അനീഷിന്റെ നെഞ്ചിലേക്ക് അയാൾ കത്തി കുത്തിയിറക്കി. വീണ്ടും എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ച അനീഷിന്റെ മുതുകിലും ആ പകയുടെ കടാര ആഞ്ഞുകുത്തി. ഒടുവിൽ രക്തത്തിൽ കുളിച്ച് ആ 19കാരൻ വേദനയോടെ അവിടെ പിടഞ്ഞു വീണു. കൃത്യം നിർവഹിച്ച ശേഷം ലാലൻ വളരെ തന്ത്രപരമായി പ്രവർത്തിച്ചു. ചോരയിൽ കുതിർന്ന കത്തി വാട്ടർ മീറ്ററിന് മുകളിൽ ഒളിപ്പിച്ചു. ഭയന്ന് വിറച്ച ഭാര്യയെയും മകളെയും ബന്ധുവീട്ടിലേക്ക് നിർബന്ധിച്ചു മാറ്റി. ശേഷം നേരെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കള്ളം പറഞ്ഞു. എന്റെ വീട്ടിൽ ഒരു കള്ളം കയറിയെന്നും പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അവന് പരിക്കേറ്റെന്നും പോലീസ് പാഞ്ഞെത്തി. എന്നാൽ മുറിയിൽ കണ്ട കാഴ്ചകളും ഒരു പൂട്ടുപോലും പൊളിക്കാത്ത വാതിലും മരിച്ചു കിടക്കുന്നത് അയൽവാസിയായ പയ്യനാണെന്ന സത്യവും പോലീസിൽ സംശയം ജനിപ്പിച്ചു. നിയമം അനുശാസിക്കുന്ന രീതിയിൽ പോലീസ് പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത്. അത് കള്ളനല്ല, താൻ വാതില് തുറന്നു കൊടുത്ത കാമുകനായിരുന്നുവെന്ന് ആ മകൾ വിറയലോടെ മൊഴി നൽകി. അച്ഛൻ കതക് പൊളിച്ച് റോയിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അവൾ സാക്ഷി പറഞ്ഞു. വാട്ടർ മീറ്ററിൽ ഒളിപ്പിച്ച കത്തിയും അവൾ കാണിച്ചു കൊടുത്തു. മകളുള്ള മുറിയിൽ അന്യപുരുഷനെ കണ്ടപ്പോൾ നിയന്ത്രണം വിട്ടുപോയെന്നായിരുന്നു ലാലന്റെ ന്യായീകരണം. എന്നാൽ കൊലപാതകത്തിന് ശേഷമുള്ള അയാളുടെ ഓരോ നീക്കവും ആസൂത്രിതമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. അങ്ങനെ 2022 മാർച്ചിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 30 സാക്ഷികളുള്ള ആ കേസിൽ 10ാമത്തെ സാക്ഷി സ്വന്തം അച്ഛനെതിരെ മൊഴി നൽകിയ ആ മകൾ തന്നെയായിരുന്നു. ഒരു നിമിഷത്തെ അതിരുവിട്ട വാത്സല്യവും പകയും കാരണം അനീഷ് ജോർജിന്റെ ജീവിതം മാത്രമല്ല പൊളിഞ്ഞത്. ഒരു കുടുംബത്തിന് അവരുടെ മകനെ നഷ്ടപ്പെട്ടു. മറ്റൊരു കുടുംബത്തിലെ മകൾക്ക് സ്വന്തം അച്ഛനെ നിയമത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തേണ്ടി വന്നു. പ്രണയം പൂവണിയേണ്ടിയിരുന്ന മനസ്സിൽ പകയുടെ കടാരിയിൽ അവസാനിച്ചപ്പോൾ ബാക്കിയായത് തീരാത്ത കണ്ണീരും തകർന്നടിഞ്ഞ സ്വപ്നങ്ങളും മാത്രം.